ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞു. അശ്വിൻ ശ്രുതിനെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് കല്യാണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഇവരെ എതിർത്ത് സംസാരിക്കും. ഇവരെ അംഗീകരിക്കാതെ എല്ലാവരും പല വഴിക്ക് പോവുകയാണ് ചെയ്യുക. കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ശ്രുതി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ താഴത്തെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്തിന് പ്രീതി പോലും ശ്രുതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ശ്രുതി വന്ന് നിൽക്കുന്നുണ്ട്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ അഞ്ജലിക്ക് നോക്കുന്ന വിഷമമൊക്കെ ഉണ്ട്. എന്നാലും അഞ്ജലി ശ്രുതിനെ കാണുമ്പോൾ മുഖം തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രുതിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കാണുമ്പോൾ പ്രീതിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ പ്രീതിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവളോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പ്രീതിക്കും പറ്റുന്നില്ല. കാരണം പ്രീതി ആ കുടുംബത്തേക്ക് വന്നു കയറിയിട്ടേ ഉള്ളൂ. ഇവരിങ്ങനെ ഒരു ഇത് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാൻ പ്രീതിക്ക് പറ്റൂല. അപ്പോൾ പ്രീതിനെയും ശ്രുതി നോക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ചേച്ചി പോലും തന്നോടൊന്നും മിണ്ടാനോ സംസാരിക്കാനോ തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് നല്ല വിഷമമുണ്ട്. ശ്രുതിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ കരയാതെ അവളിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഒരു അറ്റത്ത് മാറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന ഇടയിൽ അച്ഛമ്മയുടെ കാര്യം എടുത്തിടുമ്പോൾ അച്ഛമ്മ എവിടെയും ചോദിക്കും. അച്ഛമ്മേനെ ഇതുവരെ കണ്ടില്ലല്ലോ ചോദിക്കുമ്പോൾ അഞ്ജലി പറയും അച്ഛമ്മ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയും. എണീക്കേണ്ട സമയമായി അച്ഛമ്മ ചിലപ്പോൾ പുറത്ത് പോയിട്ടുണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ ഡ്രൈവർ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ് അച്ഛമ്മ എവിടെ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അച്ഛമ്മേനെ കണ്ടിട്ടില്ലല്ലോ, ഒന്നും എവിടേക്കും പോയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇവർ അച്ഛമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ അപ്പോൾ അച്ഛമ്മ ഇതുവരെ എണീച്ചിട്ടില്ലേ, അച്ഛമ്മേനെ ആരും ശ്രദ്ധിച്ചില്ലേ എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ആകെ ടെൻഷനാണ്. കാരണം ഇന്നലെ അത്രയും പ്രശ്നങ്ങളുണ്ടായി. അച്ഛമ്മ എന്തെങ്കിലും ചെയ്തു, അച്ഛമ്മയ്ക്ക് എന്താ വിഷമമായിട്ട് ഇനി അച്ഛമ്മയ്ക്ക് വെയ്യാണ്ടായോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവർ വേഗം അച്ഛമ്മയുടെ റൂമിലേക്ക് പോവാണ് എല്ലാവരും കൂടി. മനോരമ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ മനോരമ ശ്രുതി വരുമ്പോൾ കുറേ കുറ്റം പറയും, കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അവരുടെ ഒരു വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പ്രീതിക്കും വിഷമമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പോവുകയാണ്. അച്ഛമ്മേനെ വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോകുമ്പോൾ പിന്നാലെ എല്ലാവരും പോവും. അപ്പോൾ ശ്രുതി മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. ശ്രുതിയും ശ്യാമും ഉണ്ടാവും. ശ്രുതിയും പോകാൻ നിൽക്കുമ്പോഴാണ് ശ്യാം വിളിക്കുക, ശ്രുതി നിൽക്കുക അവിടെ, എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കും, തിരിയാതെ നിന്നിട്ട് പറയും നീ എന്താ കാട്ടിയത്, നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ട എന്താ ആവശ്യം ഉണ്ടായിരുന്നത്, അപ്പോൾ എൻ്റെ പ്രണയത്തിന് നിനക്ക് ഒരു വിലയില്ലേ എന്ന് നീ ഓർത്തോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് ചോദിക്കുന്ന സമയത്താണ് അശ്വിൻ വരിക. അശ്വിൻ വരുന്നത് കാണുമ്പോൾ ശ്രുതി വേഗം പോകും. അപ്പോൾ ഈ ശ്രുതി പോകുന്നതും ശ്യാം നിൽക്കുന്നതും അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ശ്രദ്ധിച്ചിട്ട് ശ്യാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇനി മേലെ അവൾ ആയിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അശ്വിൻ കയറി പോവാണ്. അശ്വിൻ കയറി പോകുമ്പോൾ എല്ലാവരും അച്ഛമ്മയുടെ റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, അച്ഛമ്മ എണീക്ക്, അച്ഛമ്മ വാതിൽ തുറക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനാടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചേച്ചി ചോദിക്കുമ്പോൾ അച്ഛമ്മ ഇതുവരെ എണീച്ചിട്ടില്ല, വാതിലും തുറക്കുന്നില്ല, കുറേ നേരമായി വിളിക്കുന്നു, ഒരു സൗണ്ടും കേൾക്കാനില്ല, എന്താണ്ടായി എന്നറിയില്ല എന്ന് പറയണം. ഒന്ന് തുറക്കുന്നില്ല പറയുമ്പോൾ അവൻ എല്ലാവരും മാറ്റി നിർത്തി അശ്വിൻ അച്ഛമ്മയെന്ന് വിളിക്കുന്നുണ്ട് തട്ടിയിട്ട്, എന്നാൽ തുറക്കുന്നില്ല. അപ്പോൾ വാതിൽ അശ്വിൻ ഇങ്ങനെ തള്ളി തുറക്കും. തള്ളി തുറന്നിട്ട് എല്ലാവരും ഉള്ളിൽ കയറുമ്പോൾ അച്ഛമ്മ അങ്ങനെ കിടന്ന കിടപ്പിൽ നിന്ന് കിടക്കുകയാണ്, എണീച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും അടുത്ത് നിൽക്കുക. അച്ഛമ്മയ്ക്ക് നല്ല പനിക്കുന്നുണ്ട്. എന്നിട്ട് എണീപ്പിച്ചിരുത്തി ഇരുത്താൻ നോക്കുമ്പോൾ അശ്വിൻ പറയും എന്നാൽ ഞാൻ പോയിട്ട് ഡോക്ടറെ വിളിക്കാമെന്ന് പറയുമ്പോൾ അഞ്ജലി ദേഷ്യത്തിൽ പറയും വേണ്ട, ഞങ്ങളുടെ കാര്യത്തിലൊന്നും നിനക്കൊരു ടെൻഷനും വേണ്ട, ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. നീ ഞങ്ങളെയൊന്നും ആലോചിക്കാതെ, ഞങ്ങളുടെ ഒന്നും അഭിപ്രായങ്ങൾ കേൾക്കാതെ, ഞങ്ങളുടെ സന്തോഷമൊന്നും ഞങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ നീ ഇന്നലെ ചെയ്ത പ്രവൃത്തിയിൽ എല്ലാം പോയി കുഞ്ഞായിനി, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ എത്ര വിഷമിച്ചാലും ഞങ്ങൾക്ക് എന്തൊക്കെ മനസ്സിന് സുഖക്കേട് ഉണ്ടായാലും അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, അതുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്തതിൻ്റെ കാരണം പോലും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ഇനി ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിന് നല്ല വിഷമം. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും വിഷമാവും. ആ സീൻസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അശ്വിൻ പുറത്തേക്ക് പോകുന്നിട്ട് ആകാശിനോട് അഞ്ജലി പറയും ആകാശ് നീ വിളിക്കുമെന്ന് പറയും. അപ്പോൾ ആകാശാണ് ഫോൺ വിളിച്ച് ഡോക്ടറെ വിളിക്കുന്നത് കാണിക്കും.
ശ്രുതി എന്നിട്ട് അച്ഛമ്മയ്ക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം എടുത്തിട്ട് കൊടുക്കാൻ അച്ഛമ്മനെ എണീപ്പിച്ചിട്ട് വെള്ളം എടുത്തിട്ട് കൊടുക്കാൻ വെച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമിൻ്റെ സൈഡിലേക്ക് ആ ജഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ജഗ് എടുത്തിട്ട് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്ത് വരുമ്പോൾ പ്രീതി വരും. അപ്പോൾ ഇനി ശ്രുതി അത് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛമ്മ എന്താ പറയുക അറിയില്ലല്ലോ. അപ്പോൾ അത് പ്രീതിയുടെ കയ്യിൽ കൊടുക്കും. പ്രീതി അത് മേടിച്ചിട്ട് അച്ഛമ്മയ്ക്ക് കൊടുക്കുക, മരുന്ന് കൊടുക്കുക ചെയ്യും. ശ്രുതി അച്ഛമ്മേന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അച്ഛമ്മ പറയും, ഇനി എന്താ നീ പറയാൻ വരുന്നത്? എനിക്കിനി നിൻ്റെ ഒരു കാര്യം കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഒന്ന് ഇറങ്ങി പോവോ ഇവിടുന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് നല്ല വിഷമമായിട്ട് ശ്രുതി ഇറങ്ങി പോവും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഞ്ജലി റൂമിൽ പോയി ഇരുന്നിട്ട് അഞ്ജലിയുടെ അമ്മയുടെ പഴയ ആഭരണങ്ങളൊക്കെ എടുത്ത് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കരയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവിടേക്ക് അശ്വിൻ വന്നിട്ട് പറയുകയാണ്, ചേച്ചി ഈ ഡ്രാമ ഒന്ന് നിർത്താറായില്ലേ ഇനി എന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജലി പറയുകയാണ്, എന്താ കുഞ്ഞെ നീ പറയുന്നത്? നീ ചെയ്തതൊക്കെ ഞങ്ങൾ അംഗീകരിച്ച് തരണം, നീ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നീ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞങ്ങൾ ഈ കാട്ടുന്നതാണ് നിനക്ക് തെറ്റല്ലേ? നിന്നെയും ശ്രുതിനെ എന്തായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ കാണിച്ചത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് ഓരോ ആചാരങ്ങളും ഓരോ രീതികളുണ്ട്, അതൊന്നും പാലിക്കാണ്ട് നീ ഇങ്ങനെ ഇടിപിടിയുന്ന ഓരോ തീരുമാനങ്ങളെടുത്ത് ഞങ്ങളൊക്കെ കണ്ടും കേട്ട് ഇവിടെ താമസിക്കണം എന്നാണോ നീ പറയുന്നത് അറിയാണ്. അപ്പോൾ അശ്വിൻ പറഞ്ഞു, എന്തായാലും അത് നടന്നു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഇനി നിങ്ങളിതിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും നീ ചെയ്തത് തെറ്റല്ലേ, നീ എന്തത് അംഗീകരിക്കാത്ത പറയാണ്. അപ്പോൾ അശ്വിൻ പറയാണ്, ഇനി നിങ്ങളിത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട് വിട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനോട് താമസിച്ചോളൂ, ഞാനും ശ്രുതിയും ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചോളാം, അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാവില്ലേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അഞ്ജലിക്ക് അത് നല്ല വിഷമമാവുകയാണ്. ഇനി ഇവർ അംഗീകരിച്ചില്ലെങ്കിൽ ശ്രുതിനെ കൊണ്ട് മാറി താമസിക്കാം എന്നുള്ള തീരുമാനത്തേക്ക് അശ്വിൻ എത്തുന്ന സീനുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്